ഇപ്പോൾ പ്രവർത്തനങ്ങൾ ആ എത്തിക്കാനുള്ള. ദുരന്ത ഭൂമിയിൽ നിന്നും സി ഷിബു നമ്മുടെ പ്രതിനിധി ചേരുന്നുണ്ട്. ഷിബു, ഷിബുവിന് ഉള്ളിലേക്കുന്ന കാഴ്ചകളാണ് ഇന്നലെ മുതൽ തന്നെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഷിബു ഏത് മേഖലയിലാണുള്ളത്? അവിടെ ഏത് രീതിയിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? ഞാനിപ്പോൾ ഉള്ളത് ഈ മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രഭവ കേന്ദ്രത്തിന് അല്പം അടുത്തായി. താഴെ ഉരുൾപൊട്ടി വലിയ ഭീമൻ പാറകളും മരക്കൂട്ടങ്ങളും ഒലിച്ചിറങ്ങിയ വഴിയുടെ തുടക്ക ഭാഗത്താണ്, ആരംഭ ഭാഗത്താണ് ഞാൻ ഉള്ളത്. ഇപ്പോൾ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു വീടിന്റെ മേൽക്കൂരയ്ക്ക് മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്ന ഈ വീട് പൂർണ്ണമായും തകർന്നടിഞ്ഞു. അതിന്റെ വാർപ്പിന്റെ കോൺക്രീറ്റ് റൂഫിന് മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതേസമയം തന്നെ ഇവിടെ ചെങ്കുത്തായ പാറകൾ ഈ വീടിന്റെ റൂഫിന്റെ ഭാഗത്തേക്ക് ഉയർന്ന് ഏകദേശം എനിക്ക് പൊക്കത്തോളമുള്ള പാറകൾ, ഉയരത്തിലുള്ള പാറകൾ ഈ വീടിന്റെ റൂഫിന് സമീപത്തായി തന്നെ ഉണ്ട്. ഇവിടെ നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകളാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. വീടുകളിൽ JCBയും ഹിറ്റാച്ചിയും വളരെ തീവ്ര പരിശ്രമത്തിലൂടെ പല ഭാഗത്തു നിന്ന് കടത്തിക്കൊണ്ടുവന്ന് വീടിനുള്ളിൽ ആരെങ്കിലും ജീവനോടെ ഇരിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താനുള്ള തിരച്ചിൽ നടത്തുന്ന ഹിറ്റാച്ചി, അതിന് സമീപത്തായി രക്ഷാപ്രവർത്തകർ ആരെയെങ്കിലും ജീവനോടെ ലഭിച്ചാൽ കൊണ്ടുപോകാനായി, അതായത് ഇവിടെ നിന്നും ചുമടായി ആളുകളെ എടുത്ത് കൊണ്ടുപോയി 1 കിലോമീറ്ററോളം താഴെ എത്തിച്ചാൽ മാത്രമാണ് ഇപ്പോൾ സൈന്യം താൽക്കാലിക പാലം നിർമ്മിക്കുന്ന ആ സ്ഥലത്തേക്ക് എത്താൻ പറ്റുകയുള്ളൂ. ഇതിന് സമീപത്തായി ഒരു റോഡ് ഉണ്ടായിരുന്നു. ആ റോഡ് പാടെ തകർന്നു. ഭീമൻ കൂറ്റൻ പാറക്കെട്ടുകൾ മാത്രമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇവിടെ ദയനീയമായ ഒരു കാഴ്ചയാണുള്ളത്. പല വീടുകൾ തകർന്നിരിക്കുന്നു, പൂർണ്ണമായും തന്നെ തകർന്നിരിക്കുന്നു. വാഹനങ്ങൾ തകർന്നിരിക്കുന്നു. അതിനുള്ളിലുള്ളവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്നലെ കുറച്ച് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇന്ന് ഈ പ്രദേശത്തെ തെരച്ചിലിൽ നിന്ന് വെറും 3 മൃതദേഹങ്ങൾ മാത്രമാണ് ലഭിച്ചത്. മറ്റ് മൃതദേഹങ്ങൾ കണ്ടെത്താനുണ്ട്. മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പലരും ജീവനോടെ ഉള്ളവരെ എല്ലാവരെയും രക്ഷപ്പെടുത്തി. അട്ടമലയിൽ നിന്ന് രാവിലെ 50 കുടുംബങ്ങളെ രക്ഷപ്പെടുത്തിയിരുന്നു, സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിച്ചിരുന്നു. അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിൽ നിന്നും ഏലത്തോട്ടങ്ങളിൽ നിന്നും ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഇന്നലെ രാത്രി പകൽ കഴിച്ചുകൂട്ടിയത് തോട്ടത്തിലായിരുന്നു എന്നാണ് അവർ നമ്മോട് പറഞ്ഞത്. ഇന്ന് രാവിലെ അവരെ മറുകര എത്തിച്ച് ഇപ്പോൾ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഏതായാലും വളരെ വലിയ, രാജ്യത്തെ നടുക്കിയ വലിയ ഉരുൾപൊട്ടലുണ്ടായ ഈ പ്രദേശം വിവരണാതീതമായ തരത്തിലാണ് തകർന്നടിഞ്ഞിട്ടുള്ളത്. ഒരു ജനവാസ മേഖലയാകെ പാടെ തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്ന ഒരു കാഴ്ച. അവിടെ ഏതു തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തും എന്നറിയാതെ, പതറുക പോലും ചെയ്യാതെ അവർ വിറങ്ങലിച്ചു നിൽക്കുന്ന മനസ്സിൽ പോലും അവർ ആത്മബലത്തോടു കൂടി രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. പോലീസ് സേനയുണ്ട്, സൈന്യത്തിലെ 500ഓളം സൈനികർ ഇവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. താൽക്കാലിക പാലം നിർമ്മാണം ഒരു ഭാഗത്ത്, താഴെ ഭാഗത്ത് നടക്കുന്നുണ്ട്. താൽക്കാലിക പാലം നിർമ്മിക്കുന്നതിന് മുകൾ ഭാഗത്തായി ഏകദേശം 1 കിലോമീറ്റർ മുകളിലായി രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നിരവധി സന്നദ്ധ പ്രവർത്തകരും പോലീസിലെയും ഫയർഫോഴ്സിലെയും അതുപോലെ വിദഗ്ധ പരിശീലനവും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ വിദഗ്ധ പരിശീലനം നേടിയവരും ഒക്കെയാണ് ഇപ്പോൾ ഈ മേഖലയിൽ എല്ലാം ഉള്ളത്. പ്രവർത്തനത്തിൽ ഏകോപിപ്പിച്ചുകൊണ്ട് മുൻനിരയിൽ ഉള്ളത്. ഇനിയും ഒട്ടേറെ പേരെ കണ്ടെത്താനാകുമെന്ന ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. 100 കണക്കിന് കുടുംബങ്ങൾ താമസിച്ചിരുന്ന വീടുകൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഈ സമീപ പ്രദേശങ്ങളിലെ മുഴുവൻ വീടുകളും തകർന്നടിഞ്ഞ കാഴ്ചയാണ് നമുക്കിവിടെ കാണുന്നത്. ഷിബു, ഈ വീടുകളുടെ മേൽക്കൂര തകർത്ത് അകത്തേക്ക് കയറി അവിടെ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതിനുള്ള ഈ ഉപകരണങ്ങൾ, ഗ്യാസ് കട്ടർ അടക്കമുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ അവിടെ? ഇല്ല, യന്ത്രോപകരണങ്ങളൊന്നും ഇവിടെ വൈദ്യുതി ഇല്ലാത്തതിനാൽ ഒന്നും പ്രവർത്തിക്കുന്നില്ല. അതേസമയം തന്നെ ഹിറ്റാച്ചി ഉപയോഗിച്ചുള്ള തിരച്ചിലും, ഹിറ്റാച്ചി ഉപയോഗിച്ച് വീടുകളുടെ ഭിത്തി തകർത്ത് ഉള്ളിൽ പരിശോധന നടത്തുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് രക്ഷാപ്രവർത്തനം, അതുപോലെയുള്ള തിരച്ചിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ മാത്രമേ ഇവിടെ സാധ്യമാകൂ. കാരണം മറ്റു തരത്തിലുള്ള ഒന്നും സാധ്യമായ നിലയിലല്ല ഇപ്പോഴത്തെ ഇവിടുത്തെ സ്ഥിതി. ശരി ഷിബു, ഇപ്പോൾ പ്രജീഷ് കൂടി ചേരുന്നുണ്ട്. പ്രജീഷ് ഏത് മേഖലയിലാണുള്ളത്? അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിന്റെ പുരോഗതി എങ്ങനെയാണ്? ഞാനിപ്പോ ഉള്ളത് നമ്മൾ വിംസ് ഹോസ്പിറ്റലാണ്. ഇവിടെ അതെ, ആശുപത്രിയിൽ തീർച്ചയായിട്ടും അവിടെ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. പരിക്കേറ്റവർക്കുള്ള ചികിത്സാ സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ആളുകൾ എത്തുന്ന കാഴ്ച വളരെ സങ്കടകരമാണെന്ന് അറിയാം. എങ്കിൽ പോലും ഈ മൃതദേഹങ്ങൾ ആളുകൾക്ക് വിട്ടുകൊടുക്കുന്നതിനുള്ള നടപടികളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതെല്ലാം വിട്ടു നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പോൾ 70 പേരെയാണ് അതീവ ഗുരുതരമായ ചികിത്സയിലെത്തിയിരിക്കുന്നത്. 12 മരണം ഇവിടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉറ്റവരെ കാണാനുള്ള, അതായത് ഉറ്റവരെ ഇനിയും കണ്ടെത്താനായി നിരവധി പേര് ഓരോ ഹോസ്പിറ്റലിലും വന്ന് ഇറങ്ങുകയാണ്. ഇപ്പോഴും നമ്മളെ കൂടെ കുറച്ച് മുമ്പ് ഞാനൊരു
ഒരു പ്രദേശവാസിയായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന 4 പേരെയാണ് കാണാതായിരിക്കുന്നത്. അദ്ദേഹം കൽപ്പറ്റയും എല്ലാ ഹോസ്പിറ്റലിലും പോയി നോക്കി, ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അത്തരത്തിലുള്ള നിരവധി ആളുകളെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. മരണപ്പെട്ടത് 12 മരണം ഇപ്പോൾ ഇവിടുന്ന് ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 70 പേരെ ഗുരുതര പരിക്കുകളോടുകൂടെ അതീവ തീവ്ര പരിചരണത്തിൽ എത്തിച്ചിരിക്കുന്നുണ്ട്. നിസ്സാരമായി പരിക്കേറ്റ ഒട്ടനവധി പേരുണ്ട്. ഇനിയും നമുക്ക് ഒരു ഉറ്റവരെ തേടിയുള്ള ബന്ധുക്കളുടെ കൂട്ടക്കരച്ചിലാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമുക്ക് വളരെ അത് വിവരിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ ഹോസ്പിറ്റലിലുള്ളത്. പ്രജീഷയും നിലമ്പൂരിലൊക്കെ ചാലിയാറിൽ നിന്ന് കിട്ടുന്ന മൃതദേഹങ്ങളൊക്കെ അവിടെ നിന്നും ഇവിടേക്ക് കൊണ്ടുവരികയാണെന്നാണ് പറയുന്നത്. എങ്കിൽ അത്രത്തോളം ഈ ഫ്രീസർ സംവിധാനമൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ടോ? നിലവിൽ നമുക്ക് ഫ്രീസർ സംവിധാനം കുറച്ചു മാത്രമാണ് നിലവിൽ എത്തുന്നുണ്ട്. കർണാടകയിൽ നിന്നും മറ്റും എത്തുന്നുണ്ട് എന്നാണ് കുറച്ച് മുമ്പേ നമുക്ക് കിട്ടിയ വിവരം. ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പൊ നിലവിൽ നമുക്ക് സൗകര്യങ്ങളാണ് ഉള്ളത്.